ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം പതിപ്പ് ബാറ്റിംഗ് വിസ്ഫോടനത്തിന്റെ സീസണെന്ന ക്രിക്കറ്റ് ലോകം വിലയിരുത്തി കഴിഞ്ഞു. കാരണം IPL ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ റെക്കോർഡുകൾ ഈ സീസണിൽ തകർന്നു വീണു. പതിമൂന്ന് വേദികൾ, 70 മത്സരങ്ങൾ. ഇതിൽ 10 വേദികളിലും ഇതിനോടകം മത്സരങ്ങൾ നടന്നു കഴിഞ്ഞു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പിറന്നത് 549 റൺസ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉയർത്തിയത് 3,287 എന്ന റെക്കോർഡ് ടോട്ടൽ. സീസണിൽ രണ്ടാമത്തെ ഉയർന്ന ടോട്ടൽ അടിച്ചതും സൺറൈസേഴ്സ് താരനിര 3,277 റൺസ്. അതും ഹൈദരാബാദിലെ സ്വന്തം സ്റ്റേഡിയത്തിൽ. വിശാഖപട്ടണത്ത് കൊൽക്കത്തയുടെ 272 റൺസ് പിറന്നു. വാങ്കഡയിൽ മുംബൈ ഇന്ത്യൻസ് 234 റൺസ് ഉയർത്തി. ഈഡൻ ഗാർഡനിൽ 224 റൺസ് നേടി രാജസ്ഥാൻ റോയൽസ്. ചെപ്പോക്കിൽ ചെന്നൈ വക 206. ഓരോ ദിവസവും റൺമലയുയരുന്നു. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. ഇവിടെ തകർത്താടുന്നത് ബൗളിംഗ് സംഘം. സീസണിൽ പഞ്ചാബ് കിങ്സ് നേടിയ 7,200 റൺസാണ് അഹമ്മദാബാദിലെ ഏറ്റവും ഉയർന്ന സ്കോർ. ഈയൊരു മത്സരം ഒഴിവാക്കിയാൽ വിജയങ്ങൾ നിർണയിച്ചത് ബൗളർമാരുടെ പ്രകടനങ്ങൾ. ഒടുവിൽ ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും നേർക്കുനേർ വന്നു. മത്സരത്തിൽ ബൗളർമാർ ആധിപത്യം പുലർത്തി. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് സ്വന്തം സ്റ്റേഡിയത്തിൽ തകർന്നടിഞ്ഞു. വെറും 89 റൺസിന് ശുഭ്മൻ ഗില്ലും സംഘവും തകർന്നു വീണു. മറുപടി പറഞ്ഞ ഡൽഹിക്കും 4 വിക്കറ്റുകൾ നഷ്ടമായി. വിക്കറ്റ് വീഴ്ചയുണ്ടായാലും വേഗത്തിൽ റൺസടിക്കാനായിരുന്നു ഡൽഹിയുടെ തീരുമാനം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ചെറിയ സ്കോർ ഗുജറാത്ത് പ്രതിരോധിച്ചേനെ.